CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് കൊടിയുയരുകയാണ്. 2022 എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഈ സമ്മേളനം നടക്കുമ്പോൾ CPM പ്രവർത്തകർക്ക് ഒരു വലിയ വിടവായി നിൽക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ കോടിയേരി വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വീട്ടിനോട് ചേർന്നിട്ടുള്ള സ്തൂപം, ആ സ്തൂപത്തിന് മുന്നിലാണ് കോടിയേരിയുടെ പ്രിയപ്പെട്ട പത്നി വിനോദിനി നമ്മളോടൊപ്പമുണ്ട്. കോടിയേരി 2022 സമ്മേളനത്തിന് ശേഷം 2025 വീണ്ടും ഒരു CPM സമ്മേളനം എത്തുകയാണ്. ആ സമയത്ത് കോടിയേരി നമ്മളോടൊപ്പം ഇല്ല. എങ്ങനെയാണ് കോടിയേരിയുടെ സമ്മേളനത്തിലുള്ള ഓർമ്മകളൊക്കെ വിനോദിനിച്ച് ഓർമ്മിച്ചെടുക്കുന്നത്? ഈ ഒരു സമ്മേളനത്തിൽ കോടിയേരി ഇല്ലാത്തൊരു വല്ലാത്ത ഒരു വേദന സമ്മേളനം നടക്കുമ്പോഴും വിനോദിനിച്ചയുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. ഉറപ്പായിട്ടും 2022 23-ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് എറണാകുളത്തുണ്ടായിരുന്ന ആ സമ്മേളനത്തിൽ അസുഖം ഉള്ള സമയം തന്നെയായിരുന്നു അത്. എന്നാലും ആ സമയത്തെല്ലാം വളരെ ആക്റ്റീവായി ഓടി നടന്നു സമ്മേളനത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം. ഒട്ടും അസുഖമുണ്ട് എന്നൊന്നും ബാലചേട്ടൻ്റെ ചിന്തയിലേ ഇല്ലായിരുന്നു. അസുഖം മറന്നുകൊണ്ട് ആ സമ്മേളനത്തിന് മുഴുവൻ ആക്റ്റീവായി ആ സമ്മേളനം കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസിനും ബാലചേട്ടൻ അവസാനം വരെ ഒരുപാട് എനർജിയോടുകൂടി ജനങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ. ഈ സമ്മേളനത്തിന് അദ്ദേഹം ഇല്ലാത്തതിൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് ഒരുപാട് ആർക്കും എനിക്കറിയാം, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകുന്നു. എൻ്റെ മനസ്സിൽ എല്ലാറ്റിനേക്കാൾ കൂടുതൽ ആ വിടവ് അതെല്ലാ കാലവും ഉണ്ടാവും. പാർട്ടിയും പാർട്ടി സമ്മേളനവും ഒക്കെ പതിവ് പോലെ നടന്നു പോകും. ആ നഷ്ടം വലിയ നഷ്ടമായിട്ട് തന്നെ എൻ്റെ ജീവിതത്തിലും പാർട്ടി പ്രവർത്തകരുടെ ജീവിതത്തിലും അവരുടെ മനസ്സിലും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമ്മളിവിടത്തേക്ക് വന്നപ്പോഴും വിനോദിനിച്ച് സൂചിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. അതായത് എന്തിനാണ് ഓരോ സമയത്തും നമ്മൾ അടുത്തേക്ക് വരുന്നത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഓരോ സമ്മേളനം നടക്കുമ്പോഴും പാർട്ടിയുടെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും കോടിയേരിയെ പാർട്ടി പ്രവർത്തകർ അന്വേഷിക്കുന്നു, മാധ്യമപ്രവർത്തകരായ നമ്മൾ അന്വേഷിക്കുന്നു, പാർട്ടിയെ സ്നേഹിക്കുന്ന അനേകായിരം ആൾക്കാർ അന്വേഷിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇങ്ങനെ ഓരോ സമ്മേളനം വരുമ്പോഴും അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പ്രവർത്തനം വരുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ വിനോദിനിച്ചയെയും ഈ കുടുംബത്തെയും ഒക്കെ എപ്പോഴും ഓർക്കുന്നത്. അറിയാം, ഞാനും അത് ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയമായിരുന്നു. പക്ഷെ അവരുടെ മനസ്സിൽ അസുഖത്തിനെ പറ്റി ഒരു ധാരണയില്ല, ഒന്നും ഉണ്ടായില്ല. അസുഖത്തിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. മുഴുവൻ സമയവും ആ പാർട്ടി സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി 24 മണിക്കൂർ എന്ന് പറയുന്ന പോലെ അതിനുവേണ്ടി കൂടെ നിന്ന ആളാണ്. അപ്പം അതില്ലാത്ത വിഷമം ഉണ്ട്. പാർട്ടി സമ്മേളനം ഏതായാലും നന്നായി നടക്കട്ടെ. 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്ന ആ പാർട്ടി സമ്മേളനത്തിൽ ഞാനും ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തു. ഇതിന് മുമ്പുള്ള, അതായത് 2022 സമ്മേളനത്തിന് മുമ്പുള്ള ഏതെങ്കിലുമൊക്കെ സമ്മേളനത്തിൽ സാധാരണഗതിയിൽ സമ്മേളനത്തിൻ്റെ സമയത്തൊക്കെ നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ പോകാറുണ്ട്? എല്ലാ സമ്മേളനത്തിനും ഏകദേശം പോകാറുണ്ട്. സമ്മേളനങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾ കൂടുതലും ഒരുമിച്ച് പോകുന്നത്. പാർട്ടി കോൺഗ്രസ്സിന് പാർട്ടി സമ്മേളനങ്ങൾ അതൊക്കെയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. പാർട്ടി കുടുംബങ്ങളെല്ലാവരും ഒരുവിധം എല്ലാവരും ഒരുമിച്ച് കാണുന്നത് ഞങ്ങൾ പാർട്ടി സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. പാർട്ടി കുടുംബങ്ങളെല്ലാവരും എല്ലാവരുടെ കുടുംബവും തമ്മിൽ കാണുന്നത് ആ സമയത്തായിരുന്നു. പിണറായി വിജയനും അതുപോലെ തന്നെ EP ജയരാജനും അവരുടെയൊക്കെ ഭാര്യമാരും ഒക്കെ ആ സമയത്താണ് നമ്മളെല്ലാവരും കൂടുതൽ കാണുന്നത്. എല്ലാ സമ്മേളനങ്ങൾക്കും ഞങ്ങൾ ഒരുവിധം എൻ്റെ ഓർമ്മയിൽ എല്ലാ സമ്മേളനത്തിനും നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. പാർട്ടി ഒരു കുടുംബമാണ് എന്ന് പറയുന്നത് ആ സമയത്തൊരു ഫീലിംഗ് കൂടി ഒരു വരുമായിരിക്കും. കാരണം എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ ഉണ്ടാവലുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവലുണ്ട്. സമ്മേളനങ്ങൾ തീരുന്നത് വരെ അവരൊക്കെ പ്രതിനിധികളകത്ത് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും പുറത്ത് ഒരുമിച്ച് കൂടിയിരിക്കാറുണ്ട്. എല്ലാ സമ്മേളനവും കഴിഞ്ഞ സമ്മേളനം വരെ ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. കോടിയേരിയുടെ ഈ മരണത്തിന് ശേഷവും പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ പറയുന്നത് കോടിയേരിയുടെ നേതൃത്വം ഇപ്പോഴും ഒരു അഭാവമായി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടി ഇപ്പോൾ ഒരുപാട് മുന്നിലാണ്, അതിലും ഒരുപടി മുന്നിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യങ്ങൾ നേതൃത്വത്തെ അല്ലെങ്കിൽ കോടിയേരിയെ തന്നെ മിസ് ചെയ്യുന്നു എന്ന് പല ആൾക്കാരും വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ആദ്യം ഓർക്കുന്നത് കോടിയേരിയാണെന്ന് പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെ, ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പാർട്ടി എന്തായാലും പാർട്ടി അതിനിപ്പം കൂടുതൽ ശക്തിയായി പാർട്ടി മുന്നോട്ട് പോകുക തന്നെയാണ്. പാർട്ടി എന്തായാലും ഇനിയും ഇതിനേക്കാൾ ശക്തിയോടെ പോകും. പക്ഷെങ്കിൽ അദ്ദേഹം ഇല്ലാത്ത വിടവ് അതേപോലെ തന്നെ നിൽക്കും. കോടിയേരിയുടെ പ്രിയപ്പെട്ട പത്നി വിനോദിനി കോടിയേരിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. സമ്മേളനവും പാർട്ടിയുടെ ഓരോ പ്രവർത്തനവും പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ നടക്കുന്ന വേളയിൽ പാർട്ടി പ്രവർത്തകർക്കും പാർട്ടിയെ സ്നേഹിക്കുന്ന അനേകം
കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കുമൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അതുല്യനായിട്ടുള്ള ഒരു നേതാവിനെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിടവ് CPM-നെ സംബന്ധിച്ച് നികത്താനാവാത്തതാണ്. എന്തായാലും സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ അഭാവം 2022 എറണാകുളത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനത്തിൽ ശേഷം 2025 കൊല്ലത്തേക്ക് സമ്മേളനത്തിന് ചേരുമ്പോൾ കോടിയേരി ഇല്ല എന്നത് എല്ലാവർക്കും ഒരു വേദനയാണ്. പാർട്ടി പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും വലിയ ഒരു വേദന കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഷയ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.